തികച്ചു ശുദ്ധ പൊൻകിരീടധാരികളാ, വേല തികച്ചു ശുദ്ധ പൊൻകിരീടധാരികളാ, സാക്ഷികളായി എൻ്റെ ചുറ്റും പൊൻചിറകു വീശി പറന്നു പാടി ഞാനും യാഹേ സ്തുതിച്ചിടുമേ. ശാലേം പൂരെ ചെന്നു ചേരുന്ന നാൾ എത്ര മോദമേ, സാധനൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ എന്നു ചേരുമോ. ശാലേം പൂരെ ചെന്നു ചേരുന്ന നാൾ എത്ര മോദമേ, സാധനൊരുക്കുന്ന വിശ്രമ വീട്ടിൽ ഞാൻ എന്നു ചേരുമോ. ഹലോ പ്രൈസ് ഓടുന്നുണ്ട് വിശേഷം. സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞ് വളരെ സന്തോഷം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ലൊരു പ്രഭാതം ദൈവം നമുക്ക് നൽകി തന്നോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ലോർഡ്. എന്തുണ്ടോ വിശേഷം? സുഖമായിരിക്കുന്നോ? മക്കളും കൊച്ചുമക്കളും ഒക്കെ എങ്ങനെയുണ്ട്? ആരോഗ്യസ്ഥിതി തീരെ വയ്യല്ലേ? ഒന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ട് കൈയും കാലൊക്കെ നന്നായിട്ടൊന്ന് നൂർത്തി കഴിയുമ്പോഴത്തേക്ക് ബ്ലഡിൻ്റെ സർക്കുലേഷനൊക്കെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും വളരെ പാഞ്ഞു പോവും. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഈ കർത്താവ് ഈ ആൾക്കാരെ തിരഞ്ഞെടുത്തു ഇല്ല, ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. നിങ്ങൾക്കറിയാം ഭാഗം. ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു, ഓരോരുത്തരെ തിരഞ്ഞെടുത്ത്. അപ്പം അവരെക്കുറിച്ച് കർത്താവിന് ഒരുപാട് പദ്ധതികളാണുള്ളത്. പല സ്ഥലത്തു നിന്നാണ് ദൈവം കർത്താവ് പെറുക്കി. എനിക്ക് ഇന്നും എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ചേട്ടാ, ഒരു ടീമിലേക്ക് ആൾക്കാരെ എടുക്കുമ്പം അതിന് ആ ടീമുകാർ ഒരു കോമൺ ഒരു ബയലോസ് ഉണ്ടാക്കും അല്ലേ, ഒരു നിയമം. ഒരു സംഘടനയാണെങ്കിൽ അവർക്കൊരു നിയമമുണ്ട്. അതിന് സംഘടനയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ് നിയമം ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ ടീമിലോട്ട് ആൾക്കാരെ എടുക്കുമ്പം അതിനൊരു പ്രത്യേക നിയമമുണ്ട്. ആ നിയമത്തെ ബേസ് ചെയ്തിട്ടാണ് ആൾക്കാരെ എടുക്കുന്നത്. സ്തോത്രം. എന്നാൽ എനിക്ക് ഈ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ആ 12 പേരടങ്ങുന്ന ആ ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്നാ നിയമം ഉപയോഗിച്ചെന്ന് എനിക്ക് ഇന്നും പിടികിട്ടുന്നില്ല. കാരണം എന്താണെന്നറിയോ? ചേടാ, മീൻപിടുത്തക്കാര്, ഇനി ചുങ്കക്കാരൻ, എന്നാ പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരുത്തൻ, എന്നാ പറഞ്ഞാലും വിശ്വസിക്കുക. പിന്നെ അവരുടെ സ്വഭാവങ്ങളും അവരുടെ ക്വാളിറ്റിയും അവരുടെ സാഹചര്യങ്ങളും നിങ്ങളൊന്ന് പഠിക്കണം പ്രിയരെ. അയ്യോ, നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവത്തിൻ്റെ ചിന്ത. അത് പറയാനാണ് ഞാൻ ഈ രാവിലെ വരുന്നത് കേട്ടോ. എല്ലാ ടൈപ്പ് വിവിധ ടൈപ്പിലുള്ള ആൾക്കാരാ. അതിനകത്ത് 12 പേരും ആൾക്കാർ മോശമൊന്നുമില്ല, എല്ലാം കട്ടയ്ക്ക് നിൽക്കുന്നവരാ. ഇനി തുഴയാൻ എന്ന് പറഞ്ഞാൽ ഈ തുഴ പിടിച്ച് തൊഴാൻ അറിയാത്തവനും കൂടെ ടീമിനകത്തുണ്ട്. അതാണ്. ഇനി പത്രോസിനെ, യോഹന്നാനെ, യാക്കോബിനെയൊക്കെ നമുക്ക് പിന്നെ അവർ കടലുമായിട്ട് ജീവിക്കുന്നവരാ. പക്ഷേ ഈ കടലുമായിട്ട് ഒരു ബന്ധമില്ലാത്തവൻ ഇതിനകത്തുണ്ട്. ഇനി അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ, എന്നാൽ എല്ലാവരും കടലിൽ നിന്ന് വന്നവരാണെന്ന് ചിന്തിച്ചാൽ കടലുമായിട്ട് കടൽ എന്നാന്ന് പോലും അറിയും, കടലിൻ്റെ പരിസരത്തോട് പോലും വരാത്ത ആൾക്കാർ ഇതിനകത്തുണ്ട്, ഈ ടീമിലുണ്ട്. സ്തോത്രം. എന്തിനാണെന്നറിയോ? അങ്ങനെയുള്ളവരെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് സത്യത്തിൽ ടീം പ്രവർത്തനം. ഇല്ലേ? നിങ്ങളുടെ ടീമിലൊന്ന് ആലോചിക്കുക. നിങ്ങളുടെ ടീമിൽ ഏതെല്ലാം എന്ന് പറഞ്ഞാൽ വിവിധ തരക്കാരായ, ഞാൻ ജാതിയോ മതമൊന്നും അല്ല പറയുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് ഇവരുടെ സ്വഭാവവും അവരുടെ തൊഴിലും വ്യത്യസ്തമാണ്. അങ്ങനെയുള്ളവർന്നൊക്കെ പെറുക്കിക്കൊണ്ട് കർത്താവ് കൊണ്ടുവന്നേ ഇല്ലേ നിങ്ങളുടെ ടീമിനകത്ത്. അതുകൊണ്ട് എല്ലാവരും ഒരേപോലുള്ളൊരു മതി എന്ന ടീമിൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. കർത്താവ് പോലും അങ്ങനെയല്ല ചിന്തിച്ചത്. കർത്താവ് എല്ലാ ടൈപ്പ് ആൾക്കാരെയും ടീമിനകത്ത് കൂട്ടി. സ്തോത്രം. ഇനി അവർക്കും കർത്താവിനെ കുറിച്ച് അവർക്കുള്ള കാഴ്ചപ്പാട് വേറെ ആയിരിക്കാം, പക്ഷേ കർത്താവ് അവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുപോകണം.
സ്തോത്രം. അതാണ് ടീം വർക്ക് അല്ലേ? എന്നിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഈ യോഹന്നാന്റെ സുവിശേഷം ഒന്ന് വായിച്ചു നോക്കണം. 6-ാം അധ്യായത്തിന്റെ 70-ാമത്തെ വാക്യം മാത്രം ഞാൻ ഒന്ന് വായിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലയോ? ആര് തെരഞ്ഞെടുത്തു? യേശു തന്നെ തെരഞ്ഞെടുത്തു. നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു. ദൈവമേ, കണ്ടോ? നിങ്ങളിൽ ഒരുത്തൻ പിശാചാകുന്നു. യവനെയും കൂടെ കൂട്ടിയേക്കുക. സ്തോത്രം. നമ്മളാണെങ്കിലോ അവനെ പഞ്ചായത്തിലടുപ്പിക്കുകയില്ല. പക്ഷെ അവൻ്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരുന്ന ആളെയാണ് കർത്താവ് കണ്ടത്. അവൻ്റെ ഉള്ളിൽ കൂടെ പാഞ്ഞു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ആള് അവൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു സംഭവത്തെയാണ് കർത്താവ് എടുത്ത് പറയുന്നത്. നിങ്ങളിൽ ഒരുത്തൻ പിശാചാണ്. നിങ്ങളൊരുത്തൻ പിശാച. ഇസ്കറിയാത്ത യൂദയെ കുറിച്ചാണ് നിങ്ങൾക്കറിയാം. സ്തോത്രം. എന്തായാലും എനിക്കൊരു സന്തോഷമുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ ഒരുത്തൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. നിങ്ങളിൽ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ നമ്മളെ നോക്കി പറയാൻ സാധ്യതയുള്ളത്, നിങ്ങളുടെ ടീമിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു 20, 25, 30, 40 പേരുണ്ടെന്ന് വെച്ചോ ടീമിൽ, നമ്മളെ നോക്കിയിട്ട് കർത്താവ് പറയാം, നിങ്ങളിൽ ഒരുത്തൻ മാത്രമേ പിശാചല്ലാത്തുള്ളൂ, ബാക്കി മൊത്തം പിശാചിക്കളാന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? സ്തോത്രം. കർത്താവ് യൂദയുടെ ഉള്ളിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, യൂദയുടെ അകത്ത് പ്രവർത്തിക്കുന്ന അതിന്റെ പിൻപിൽ വ്യാപരിക്കുന്ന ശക്തിയെ കണ്ടിട്ട് കർത്താവ് പറയുക, പത്രോസേ, നിങ്ങളിൽ ഒരുത്തൻ പിശാച എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളിൽ ഒരുത്തൻ പിശാച എന്ന് പറഞ്ഞപ്പോൾ അവരോട് പറഞ്ഞെന്നല്ലേ? അവൻ അവരോട് പറഞ്ഞെന്നല്ല, അല്ലാണ്ട് പത്രോസിനോട് പറഞ്ഞെന്നല്ല. പത്രോസിനെ തനിച്ച് വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞതല്ല. മൊത്തത്തിൽ പറയുക, നിങ്ങളിൽ ഒരുത്തൻ പിശാച. ഇനിയിപ്പോൾ ഇത് ആരാന്ന് കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? എന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പത്തിന് അവിടെ പേരെഴുതിയിട്ടുണ്ട്. ആരുടെ പേരാ പറഞ്ഞെന്ന്. സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ ടീമിനകത്ത് നിങ്ങളുടെ സംഘടിതമായി നിങ്ങൾ നടത്തുന്ന പ്രവർത്തനത്തിനകത്ത് ഒരുത്തൻ ചെകുത്താനാന്ന് പറഞ്ഞാൽ എന്താ ഈ സ്ഥിതി? ഒരുത്തൻ പിശാച. നിങ്ങളുടെ സംഘടനയിൽ എന്തെങ്കിലും ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ സ്വഭാവം നമ്മൾ അറിഞ്ഞുകൊണ്ടാണോ? സ്വഭാവം നമുക്കറിയാമോ? നമുക്കറിയത്തില്ല. ഇവിടെ യേശു സ്പെസിഫിക് ആയിട്ട് പറയുക, നിങ്ങളൊരുത്തൻ പിശാച. ആമേൻ. ഈ നടക്കാൻ പോകുന്ന കാര്യം നേരത്തെ അറിയാവുന്ന ആളാണല്ലോ കർത്താവ്. അതുകൊണ്ടാണ് യൂദയെ എടുത്ത് കാട്ടി ദൈവം പറയുന്നത്, കർത്താവ് പറയുന്നത്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്ത സത്യമാണ്. പക്ഷേ നിങ്ങൾ കർത്താവിന് പിശാചായിട്ട് നിൽക്കുകയാണോ, അതോ കൂടെ നടക്കുന്ന ശിഷ്യനായി നിൽക്കുകയാണോ? എങ്ങനെയാണ് നമ്മുടെ പരിപാടി? എങ്ങനെയാണ്? കർത്താവിന് നമ്മളെക്കുറിച്ച് വല്ല ഉപകാരം ഉണ്ടാവുമോ? സ്തോത്രം. അത് പറഞ്ഞപ്പോൾ അവരുടെ ആ ഹൃദയത്തിൻ്റെ വേദന എന്നെ ഭയങ്കരമായിരിക്കും അല്ലേ? പിന്നെ ആ ആളെ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ പെടുന്ന പാട് ഭയങ്കര. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളെ വീട്ടിൽ വന്ന് ചോദിക്കുക, നിങ്ങളെ തിരഞ്ഞെടുത്തില്ലേ കർത്താവ്? നിങ്ങളും കൂടെ ഉൾപ്പെട്ട് നിൽക്കുന്ന ആ ടീമിനെ നോക്കി നിങ്ങളോട് പറയുക, എല്ലാവരോടും കൂടെ പറയുക, നിങ്ങളിൽ ഒരുത്തൻ പിശാചാണ്. നിങ്ങളിൽ ആ 3 പേരും പിശാചാണ്. നിങ്ങൾ 10 പേരടങ്ങുന്ന ടീമാണെങ്കിൽ നിങ്ങളിൽ 9 പേരും പിശാചാന്ന് പറയുമോ? സ്തോത്രം. കാരണം ദൈവം ഹൃദയത്തെയാണ് കാണുന്നത്. കർത്താവ് നമ്മൾ മുഖത്തെ കാണുമ്പോൾ ദൈവം ഹൃദയത്തെ കാണുക. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ. ഈ കർത്താവ് യൂദയെപ്പറ്റി പറഞ്ഞ ഒരു ഭാഗം നിങ്ങൾക്കറിയാമല്ലോ. അവൻ അതിനകത്തുനിന്ന് ഈ പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നേ. അപ്പം അതിനകത്തുനിന്ന് അവൻ എടുത്തു പോന്നു എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ ന്യൂട്രൽ, അതിൻ്റെ അകത്തുനിന്ന് അവൻ ഈ ആർക്കും അറിയാത്ത വിധത്തിൽ അവൻ അടിച്ചു മാറ്റിക്കൊണ്ടേയിരുന്നു, കുറേശ്ശെ. വലിയ തുകയൊന്നുമല്ല, ലൈറ്റായിട്ട്, ചെറുതായിട്ട്.
ഇവനെ ഈ അടിച്ചു മാറ്റുമ്പോഴും ചിന്ത കർത്താവ് അറിയുന്നില്ല, പത്രോസ് അറിഞ്ഞിട്ടില്ല, യാക്കോബ് അറിഞ്ഞിട്ടില്ല, യൂദ അറിഞ്ഞിട്ടില്ല. കാരണം പണസഞ്ചി ഇവൻ്റെ കയ്യിലായതുകൊണ്ട് ഇതിനകത്ത് എത്ര വരുന്നു എത്ര പോകുന്നു എന്ന് ഇവനല്ലാതെ വേറെ ആരും അറിയുന്നില്ലെന്നാണ് ഇവൻ വിചാരിച്ചിരുന്നത്. പക്ഷെ യവൻ്റെ കയ്യിലെ പണസഞ്ചിയല്ല, യവൻ്റെ കൈ വരെ ഉണ്ടാക്കി കൊടുത്തവനാണ് കൂടെ നടക്കുന്നുള്ളത് ഈ മണ്ണുണ്ണി അറിഞ്ഞില്ലല്ലോ. സ്തോത്രം. കള്ളത്തര അവൻ്റെ കൂടെ ഉണ്ട്, എന്നാൽ ഇവനെല്ലാ മിനിസ്ട്രിയിലും ഉണ്ട്. അതാ രസം. ഈ 12 പേര് എവിടെയെല്ലാം മിനിസ്ട്രിക്ക് പോകുന്നു അവിടെയെല്ലാം ഇവനുമുണ്ട് കൂടെ. എല്ലാ കള്ളത്തരവും കാണിച്ച്, കുരുത്തക്കേടും കാണിച്ച്, ആരും അറിയാതെ ന്യൂട്രൽ അടിച്ചു മാറ്റി പൈസ വകമാറ്റിയേ. പൈസ അവൻ വിചാരിച്ച ശിഷ്യന്മാർക്കും അറിയത്തില്ല, ആർക്കും അറിയത്തില്ലെന്ന് വിചാരിച്ച. പക്ഷെ കർത്താവ് ഇതെല്ലാം കണ്ടോണ്ടിരിക്കുക. ഓ എന്താ അല്ലേ. ആ പണസഞ്ചിക്കകത്തുനിന്ന് ഓരോ വെള്ളി നാണയവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നീ കൈയിട്ടെടുക്കുമ്പോഴും നിന്റെ കയ്യിലോട്ട് കയറുന്ന പണസഞ്ചിക്കകത്തുനിന്ന് നിന്റെ കയ്യിലോട്ട് കയറുന്ന ആ തുട്ടിൻ്റെ വലിപ്പം നീയും അറിയുന്നില്ല, ആരും അറിയുന്നില്ലെങ്കിൽ നീ അതെടുത്ത് മേലെ കൈ പിടിച്ച് നോക്കിയാലേ നിനക്കറിയത്തുള്ളൂ ഇത് എത്രയാകെ എടുത്തതെന്നുള്ളത്. പക്ഷേ നീ അതിനകത്തോട്ട് കൈയിടുമ്പോഴും നിന്റെ കൈക്കകത്തോട്ട് കയറിയ ആ വെള്ളി നാണയം എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയാം മോനെ യേശുവിന്. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ദേവദാസന്മാരെ, നമ്മൾ എടുക്കുന്നത് ആരും അറിയുന്നില്ലെന്ന് വിചാരിച്ച, പക്ഷെ യേശു കർത്താവെല്ലാം കണ്ടോണ്ടിരിക്കുക. ഇതെല്ലാം കണ്ടിട്ടാണ് മൊത്തത്തിൽ അവൻ ടീമിൽ ചേർന്നത് മുതൽ ഈ 12 പേരുടെ കൂടെ കൂടിയത് മുതൽ ഇവനെ വിളിച്ച് വേർതിരിച്ചെടുത്തതിന് ശേഷം അവർ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നു കേട്ടോ. ഞാനത് വായിച്ച് കേൾപ്പിക്കാം. ഇവൻ ഇടിച്ചു കയറി വന്നതല്ല. 70-ാമത്തെ വാക്യം. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തെരഞ്ഞെടുത്തില്ലയോ? കണ്ടോ, തെരഞ്ഞെടുത്ത കൂട്ടത്തിലുള്ള ആളാ, തെരഞ്ഞെടുത്ത. അതുകൊണ്ട് ഇവൻ ചെയ്യുന്ന സകല പരിപാടിയും കർത്താവ് കണ്ടോണ്ടായിരുന്നത്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകുക. നിങ്ങൾ ചെയ്യുന്ന സകല കാര്യവും, നിങ്ങൾ പറയുന്ന സകല കാര്യവും, നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ എഴുതി വച്ചിരിക്കുന്ന വിധികൾ മുഴുവനും, നിങ്ങൾ സ്തോത്രം, മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ മുഴുവനും, ആമേൻ, മൊത്തവും കണ്ടോണ്ടിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഞാൻ ഈ ടീമിലുണ്ട്, അങ്ങയുടെ ശിഷ്യനാണ്, ഞാൻ എവിടെയെങ്കിലും പിശാചായി മാറാനുള്ള സാധ്യത എന്നിലുണ്ടോ എന്ന് രാവിലെ നമുക്ക് പരിശോധിക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരിച്ചെടുത്ത് ഈ പ്രഭാതത്തിൽ കർത്താവേ, നിന്റെ സന്നിധി വിട്ട് എവിടെയെങ്കിലും മാറിപ്പോകത്തക്ക വിധത്തിൽ കർത്താവെ, ആ യൂദയ്ക്ക് സംഭവിച്ചതുപോലെ ഞങ്ങളിൽ എവിടെയെങ്കിലും കുറ്റങ്ങളും കുറവുകളുണ്ട് ഇന്ന് രാവിലെ സമയം ക്ഷമിക്കണമേ. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ മടങ്ങി വരുന്നു. കർത്താവെ, സഹായിക്കണമേ. ഈ സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി, ഈ കുഞ്ഞിന് വേണ്ടി, ഈ മാതാവിന് വേണ്ടി, ഈ ദൈവദാസന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവരെ സഹായിക്കണമേ. ദൈവമേ, അവരെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നിന്റെ കൃപയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, പേടിക്കണ്ട, നിങ്ങൾ അവന്റെ ശിഷ്യൻ തന്നെയാ. മനുഷ്യനല്ലേ, എന്തെങ്കിലും കുറവശങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാപങ്ങളെ ദൈവം ക്ഷമിച്ച് ഒരു നല്ല മനുഷ്യനാക്കി, ഒരു നല്ല ശിഷ്യനാക്കി. നല്ലൊരു പാട്ടില്ലേ, എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. സ്തോത്രം. നന്ദിയോടെ നമുക്ക് ദിവസം നിൽക്കാം. നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.